അസ്സലാമു അലൈക്കും. മഹാനായ എ.പി. അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ കേരളത്തിൽ ഒരു യാത്ര നടത്തുന്നുണ്ട്. ആ യാത്രയുടെ പേരാണ് കേരള യാത്ര. ഓരോ യാത്രകൾക്കും അതിൻ്റേതായ ഒരു മുദ്രാവാക്യം കാണും. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ഈ യാത്രയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന അമൂല്യമായ ഒരു മുദ്രാവാക്യമാണ്. ഇതിന് മുന്നേയും എ.പി. അബൂബക്കർ മുസ്ലിയാർ കേരളത്തിൽ ഒരുപാട് കേരള യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഓരോ യാത്ര കഴിയുന്തോറും ഉസ്താദിനുള്ള ബഹുമാനവും അതുപോലെ തന്നെ പിന്തുണയും കേരള സമൂഹത്തിൽ നിന്ന് കൂടി വരികയല്ലാതെ ഒരു സ്ഥലത്തും കുറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ യാത്രയുടെ ഒരു മൂല്യം ഉയർത്തിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളിയും അതുപോലെ തന്നെ കൊലപാതകവും നടത്തുന്ന ഒരു കാലത്ത് മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് എ.പി. ഉസ്താദിൻ്റെ മനുഷ്യർക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ ജാഥയുടെ ഒരു പ്രാമുഖ്യം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ എ.പി. വിഭാഗം സമസ്തയും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഈ ജാഥ കടന്നു വരുന്ന വഴിയിൽ വളപട്ടണത്ത് വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ നമ്മുടെ എ.പി. അബൂബക്കർ മുസ്ലിയാറിൻ്റെ കേരള യാത്രയ്ക്ക് ആഭിമുഖ്യം അർപ്പിച്ചുകൊണ്ട് സിന്ദാബാദ് വിളിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച എനിക്ക് സമൂഹ മാധ്യമങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. തീർച്ചയായിട്ടും നമുക്ക് അമൂല്യമായ ആ ഒരു യാത്രയുടെ സ്വീകരണത്തിൽ മുസ്ലിം ലീഗുകാർ മുദ്രാവാക്യം വിളിക്കുന്ന ആ ഒരു സംഭവം നമുക്കൊന്ന് കാണാം. ശരിയായ മനുഷ്യനാകാനുള്ള മാനിഫെസ്റ്റോ നിർമ്മിക്കുകയാണ് കേരള മുസ്ലിം ജമാഅത്ത്. കഴിഞ്ഞ 100 കാലങ്ങളിലായി സമസ്ത നിർമ്മിച്ച ആദർശ വിശുദ്ധിയുടെ മനുഷ്യ സ്നേഹത്തിന്റെ സാന്ത്വന വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുടെ പൂർണ്ണതയിലേക്കാണ് ഈ ആശയവും ചെന്നു ചേരുന്നത്. ഈ നീരിന്റെ കുറിപ്പുകളിലേക്ക് ചേർന്ന് നടക്കാൻ ഓരോ ഹൃദയങ്ങളെയും സ്വാഗതം ചെയ്യും. അപ്പോൾ ആ മനോഹരമായ കാഴ്ച നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാം ഞാനൊരു എ പിക്കാരനാണെന്ന്. ഒരിക്കലും ഞാനൊരു എ പി വിഭാഗക്കാരനല്ല. എങ്കിലും നമ്മുടെ എ.പി. അബൂബക്കർ മുസ്ലിയാരോട് എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ തന്നെ ആദരവുമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിലും അതുപോലെ തന്നെ ഏത് വിഷയത്തിലാണെങ്കിലും തൻ്റെ അഭിപ്രായം യാതൊരു ഭയവും കൂടാതെ പറയുന്ന ഒരു നേതാവാണ് എ.പി. അബൂബക്കർ മുസ്ലിയാർ ആണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 10,000-കണക്കിന് യതീം മക്കൾക്ക് ഭക്ഷണവും താമസവും വിദ്യാഭ്യാസവും നൽകുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് തന്നെയാണ് നമ്മുടെ എ.പി. ഉസ്താദ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ആ മക്കൾ പഠിച്ച് വലുതായതിനു ശേഷം ഇന്ന് കേരളത്തിൽ വലിയ സ്ഥാനങ്ങളിൽ 10,000-കണക്കിന് കുട്ടികൾ ഇന്ന് ജോലി ചെയ്തിട്ട് അവരുടെ കുടുംബം നോക്കുന്നുണ്ട്. അതിനൊരു കാരണക്കാരനാണ് നമ്മുടെ ഉസ്താദ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് ഒരിക്കലും തീർത്താൽ തീരാത്ത ഒരു കടപ്പാട് നമ്മുടെ കേരള സമൂഹത്തിന് ഉണ്ട് എന്ന കാര്യം തീർച്ചയായും ഞാൻ ഈ കാര്യത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ജനഹൃദയങ്ങളിലേക്ക് കയറിക്കൂടാൻ വേണ്ടി സാധിക്കുന്നത്. എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് 90 വയസ്സ് പിന്നിട്ടിട്ടും
അദ്ദേഹം ഈ മക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും വേണ്ടിയിട്ട് ഇന്നും ഈ യാത്ര നടത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അദ്ദേഹത്തിന് ആ യാത്രയോടും നമ്മോടുമുള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടും നമ്മൾ കാണാതെ പോകാൻ വേണ്ടി പാടില്ല. 90 വയസ്സ് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്ന ഉസ്താദ് ഇപ്പോഴും ഒരു നിമിഷം പോലും അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെച്ചിട്ട് പോലും അത് അദ്ദേഹം ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും സമൂഹത്തിന് വേണ്ടിയിട്ട് കർമ്മനിരതനായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന AP അബൂബക്കർ മുസ്ലിയാരെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഉസ്താദ് നടത്തിയ ഒരുപാട് ഇടപെടലുകൾ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ കയ്യടി നേടിയിരുന്നു. ആ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ്, ആ മനുഷ്യത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേസിൽ ഇടപെട്ടത് എന്ന് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് ആ സമയത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ ഇടപെട്ട് അവിടുത്തെ സൂഫി വര്യവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെയാണ് യമൻ ജയിലിൽ കഴിയുന്ന നമ്മുടെ നിമിഷപ്രിയക്ക് ഒരു പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ അത് താൽക്കാലികമായിട്ടെങ്കിലും റദ്ദ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. ആ സഹോദരി ഇപ്പോഴും ജീവനോടെ യമനിലെ ജയിലിൽ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എന്നേക്കുമായി നീട്ടിവെക്കാനും അതിൽ നിന്ന് മോചനം നേടാനും തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ആ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും മാനുഷിക മൂല്യം അല്ലെങ്കിൽ മാനുഷിക പരിഗണന കൊണ്ട് തന്നെയാണ് എന്ന് മനുഷ്യർക്കൊപ്പം ഉസ്താദ് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അത് തന്നെയാണ് ഈ ജാഥ കടന്നു വരുന്ന വഴികളിൽ കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം മറ്റ് ജനവിഭാഗങ്ങളും ഈ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സൈഡിൽ നിന്നുകൊണ്ട് കൈയടിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതുമെല്ലാം ഈ ജാഥയുടെ മനോഹരമായ ദൃശ്യങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ ഓരോ ദിവസത്തെയും യാത്രയ്ക്ക് ഓരോ ലക്ഷങ്ങൾ പല സ്ഥലങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള മറ്റു ആൾക്കാർ മലപ്പുറത്തെക്കുറിച്ചും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെക്കുറിച്ചും എല്ലാം വർഗീയപരമായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നടത്തിയതുപോലും നിങ്ങൾ കണ്ടതാണ്. ഒരു പേരിൻ്റെ മോളിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഒരു മുസ്ലിമായി പോയി എന്നതിൻ്റെ പേരിൽ പോലും ഒരു പത്രലേഖകനെ വർഗീയവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച നമ്മുടെ വെള്ളാപ്പള്ളിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു ജില്ലയെ മൊത്തം അദ്ദേഹം ഇതിൻ്റെ മുന്നേ വർഗീയവാദികളാണ് എന്നും അവിടെ ശ്വസിക്കുന്ന വായു പോലും സ്വതന്ത്രമല്ല എന്നുവരെ പറഞ്ഞ മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ ഒരു കാലത്ത് തീർച്ചയായിട്ടും ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് ഒരുപാട് മൂല്യങ്ങളുണ്ട്, ഒരുപാട് കാതലുകളുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അത് തന്നെയാണ് നമ്മളും ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് തമ്മിലൊരു മനുഷ്യത്വവും സ്നേഹവും സാഹോദര്യവും എല്ലാം തീർച്ചയായും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രാജ്യത്ത് വളരെ സുഗമമായിട്ട് മുന്നോട്ട് ജീവിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ഏതൊരു മതമായാലും ഏതൊരു ജാതി ആയാലും തീർച്ചയായിട്ടും നമ്മൾ സ്നേഹങ്ങൾ പങ്കിടുകയും അതുപോലെ തന്നെ സാഹോദര്യത്തിൽ ജീവിക്കാനും നമ്മൾ ശ്രമിക്കണം. അത് തന്നെയാണ് ഉസ്താദിൻ്റെ ജാഥ കൊണ്ട് ഉസ്താദ് ഉദ്ദേശിക്കുന്നത്. അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് ജാഥകൾ സംഘടിപ്പിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർക്ക് പടച്ചവൻ ആയുസ്സും ആരോഗ്യവും നീട്ടിക്കൊടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.